യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ധ്രുവൻ എങ്ങനെ മരിച്ചതെന്നും ആരാ കൊന്നതെന്നും നീ പറയണം. അപ്പോ നിനക്കും ഭാനുവിനും അകത്ത് പോകേണ്ടി വരും. എങ്ങനെ ആയാലും ആരെങ്കിലും ഒരാള് ഇരുമ്പഴിക്കുള്ളിൽ കിടന്നേ പറ്റുമോളെ. എന്താ ഒറ്റയ്ക്ക് പായസം റെഡിയായോ? ഓ, പായസം ദേ റെഡി മണി. നീ വാ. അതെ, ഈ പായസം എന്തിനാണെന്ന് മനസ്സിലായോ? എന്തിനാ? ധ്രുവന്റെ ബോഡി കിട്ടിയതിന്റെ, സേതു കൊലക്കുറ്റം സമ്മതിച്ചതിന്റെ സന്തോഷത്തിന്. സേതുവേട്ടനല്ലമ്മേ, ആ ഭാവന വേണം അകത്തു പോവാൻ. എന്നാലേ ആ വീട്ടിലെ എല്ലാവരുടെയും ചിറകൊടിയും. ചിറകൊടിയാൻ സേതു പോയാലും മതി മോളെ. സേതു ആരാ? ആ വീട്ടിലെ മൂത്ത സന്തതി, അച്ഛന്റെ സ്ഥാനം. എന്നിട്ടിപ്പ എന്തായി? തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ നോക്കിക്കോ, ഇനിയാ ആ കുടുംബത്തിന്റെ അടിത്തറ ഇളകാൻ പോകുന്നത്. ഇന്നു മുതൽ മായയുടെയും ആ കൊച്ചു കാന്താരി നന്ദനയുടെയും കണ്ണീര് തോരില്ല. ആ കണ്ണീര് മുങ്ങാൻ പോകുന്നത് ഭാവനയും ഗായത്രിയായിരിക്കും. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും അവർക്കാവില്ല. അങ്ങനെ വരുമ്പോ മിക്കവാറും മായിച്ച് മോളെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. ഇറങ്ങണം. അങ്ങനെ ഓരോരുത്തരായിട്ട് ഭാവനയ്ക്ക് നഷ്ടപ്പെടണം. എന്നാലേ നമ്മളോട് അവള് ചെയ്തതിനൊക്കെ പകരമാകൂ. ഇനി വേണം എനിക്ക് അവളോട് 2 വാക്ക് സംസാരിക്കാം. സൂര്യ എന്നിൽ നിന്ന് തട്ടിയെടുത്തതിനുള്ള ശിക്ഷയാണിതെന്ന് എനിക്ക് അവളോട് പറയണം. സൂര്യ അവനാ വിഷം. ഇപ്പോഴും അവളുടെ വാലിൽ തൂങ്ങി തന്നെയാ നടപ്പ്. സ്വന്തം അങ്കിളിന്റെ മോൻ ധ്രുവനേക്കാളും വലുതാ അവന് ഭാവന.